മാറ്റുമോ, അല്ലെങ്കിൽ ഈ പ്രവേശനത്തോട് നിലപാടെന്താണ്? അതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയമായി നോക്കിക്കാണുമ്പോൾ വോട്ട് പ്രധാനപ്പെട്ടതാണ് എന്ന് താങ്കൾക്കും എനിക്കുമൊക്കെ കൃത്യമായി അറിയാവുന്നൊരു സാഹചര്യത്തിൽ അതൊരു നേട്ടമോ വിജയമായി അംഗീകരിക്കേണ്ടി വരികയല്ലേ ശ്രീ സേനാപതി വേണു? അല്ല അഭിലാഷെ, വോട്ടിന്റെ ഘട്ടം വരുമ്പോ ഈ വിശ്വാസി സമൂഹം അവർ ഈ ചോദ്യം വളരെ കൃത്യമായി വിശകലനം ചെയ്യും. ആരാണ് വിശ്വാസി സമൂഹത്തോടൊപ്പം നിൽക്കുന്നത്, നാളെ ആരും നിൽക്കും, ഇപ്പോൾ ഞങ്ങൾ വിശ്വാസികളോടൊപ്പം എന്ന് പറയുന്നവരുടെ യഥാർത്ഥ നിറമെന്ത്? അത് കേരളത്തിലെ വിശ്വാസ സമൂഹം അതിന്റെ ഒരു അസിഡ് ടെസ്റ്റാണ് അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ കാര്യം വളരെ സ്പഷ്ടമായി കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന്റെ മുമ്പാകെ ഞങ്ങൾ പറയാൻ പോകുന്ന ഇതാണ്. ഈ ആഗോള അയ്യപ്പ സംഗമം വിളിച്ചുകൂട്ടിയിരിക്കുന്ന ആളുകൾ, അവരുടെ നിലപാട്, അവരുടെ വിശ്വാസ സമൂഹത്തോടുള്ള നിലപാട്, ആ നിലപാടുകൾ എന്താണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം ഡിബേറ്റിലേക്ക് എടുക്കേണ്ടതായി വന്നത്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴാണ് അയ്യപ്പ സംഗമത്തിന് പിന്നാലെ കൃത്യമായി കോഴിക്കോട് തന്നെ തെരഞ്ഞെടുത്തുകൊണ്ട് അവിടെ പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ആ വിഭാഗത്തെ, അല്ലെങ്കിൽ ഇസ്ലാം സമുദായത്തിൽപ്പെട്ടവരെ കൃത്യമായി അഭിസംബോധന ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്നൊരു സന്ദേശം CPM നൽകി കഴിഞ്ഞുവല്ലോ. അല്ല, ഇവിടെ ബഹുമാന്യായ ശ്രീ സമ്പത്ത് ഒരു ചിത്രം ഉയർത്തി കാണിച്ചല്ലോ. ഇവിടെ എന്താ പറഞ്ഞ CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയോടൊപ്പം, അന്നത്തെ സെക്രട്ടറിയോടൊപ്പം നിൽക്കുന്ന ചിത്രമൊക്കെ. ആരാണ് യഥാർത്ഥത്തിൽ ആദ്യം പലസ്തീനെ അംഗീകരിക്കുകയും ആ രാജ്യത്തെ അംഗീകരിക്കുക, അതിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ യസർ അറാഫത്തിനെ ഇന്ത്യയിൽ സ്വീകരിക്കുകയും അവർക്ക് ഒരു രാജ്യത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ അംഗീകാരം കൊടുക്കുകയും ചെയ്തത് പഴയ കോൺഗ്രസ് ഗവൺമെന്റ് ആണ്, ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. മൈ ബ്രദർ, അതാണല്ലോ ഇന്ദിരാഗാന്ധി അവരെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. ആ ഒരു ചരിത്രം ഇവിടെ നിൽക്കുമ്പോൾ അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാടുകൾ വളരെ കൃത്യമല്ല. ഇവിടെ ആരാണ് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാത്തവരുള്ളത്? എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരല്ലേ. പക്ഷെ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ഈ സമയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നാളെയോ മറ്റന്നാളോ വെടിനിർത്തൽ ഉണ്ടാകും എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തില് ഈ 24-ാം മണിക്കൂറിൽ അല്ലെങ്കിൽ 48-ാം മണിക്കൂറിൽ ഞങ്ങൾ പലസ്തീനെ ഒരു ധാരണ എന്നത് പ്രധാനപ്പെട്ടതല്ലേ? അതായത് ഗാസ എന്ന ഭൂപ്രദേശത്തെ സംബന്ധിച്ച് ഇപ്പോഴും ഈ വെടിനിർത്തലിലേക്ക് പോയാൽ പോലും തർക്കമുണ്ടല്ലോ. അത് പലസ്തീന് വിട്ടു നൽകുമോ, പലസ്തീൻ്റെ ഭൂപ്രദേശമായി അംഗീകരിക്കുമോ, പലസ്തീൻ ജനതയ്ക്ക് കൃത്യമായ സ്വാതന്ത്ര്യം ലഭിക്കുമോ? അത്തരം ചർച്ചകളൊക്കെ നിൽക്കുന്നു. അത് താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ നാളെയോ മറ്റന്നാളോ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നേക്കാം. പക്ഷേ ഗസയുടെ പുനർനിർമ്മാണം, ഗസയുടെ അധികാരമാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന് ഇപ്പോൾ പോലും ഈ ഫോർമുല തയ്യാറാക്കുന്നവർ പറയുന്നത് ചുരുങ്ങിയത് 3 വർഷം വേണമെന്നാണ്. അല്ല അത് ഞാൻ പറഞ്ഞല്ലോ, ഈ വിള്ളല് ഇപ്പോ PLO പോലുള്ള സംഘടനകൾ അവിടെ നിലനിൽക്കുന്നു. അവർക്ക് അവിടെ ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ കഴിയുമോ? ഹമാസ് എന്ന് പറയുന്ന സംഘടന, അവർക്ക് അവിടെയുള്ള സ്വാധീനം എത്ര? ഈ കാര്യങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ചർച്ച ചെയ്ത് തീരുന്ന കാര്യമല്ല. പക്ഷെ നമുക്കറിയാവുന്നത് എന്താ? ഇന്ത്യ ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണ്? അത് പലസ്തീനെ അംഗീകരിച്ച നിലപാടാണ്. അതിൽ മാർക്സിസ്റ്റ് പാർട്ടി മാത്രം പ്രത്യേകമായി ഞങ്ങളുടെ ഐക്യദാർഢ്യവുമായി ഈ 24-ാം മണിക്കൂറിൽ ഞാൻ താങ്കളോട് ആവർത്തിക്കുന്നു, ചരിത്രത്തെ നമ്മൾ മാറ്റേണ്ടതില്ലെന്ന്. താങ്കൾ ഈ സൂചിപ്പിച്ച പോലെ ശരിയാണ്. UPA സർക്കാരിന്റെ കാലഘട്ടത്തിലും ഒക്കെ, അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരുകൾ എക്കാലത്തും പലസ്തീന് പിന്തുണ അർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്രായേലുമായും സഹകരണം പുലർത്താവുന്ന സമയത്ത് അതൊക്കെ പുലർത്തിയിട്ടുമുണ്ട്. അത് ഒരു രാജ്യമെന്ന നിലയിൽ അങ്ങനെ തന്നെ പോകണം. അതിലൊന്നും ആർക്കും തർക്കമില്ല. ശ്രീ സേനാപതി വേണു, നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യമാണ്. താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ ഈ വോട്ടർമാർ എന്ന് പറയുമ്പോൾ അതിൽ യുവാക്കളുണ്ടാകും, പ്രായം കുറഞ്ഞവരുണ്ടാകും, വലിയ ചരിത്രബോധമൊന്നും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാകും. അവരെയൊക്കെ പ്രയോജനപ്പെടുത്തുക, അവരെയൊക്കെ ചേർത്ത് നിർത്തുക, അവരുടെ വോട്ടുകൾ കൂടി സമാഹരിക്കുക എന്നതൊക്കെയല്ലേ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ. അപ്പോൾ ചരിത്രം പണ്ട് അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞങ്ങളെ ഇപ്പോഴും പുതിയ ജനതയും അംഗീകരിക്കും, പുതിയ തലമുറയും അംഗീകരിക്കും. അങ്ങനെയാണോ കോൺഗ്രസ് ഇപ്പോഴും ചിന്തിക്കുന്നതും? അങ്ങനെയാണോ കോൺഗ്രസ് ഇനിയും പ്രവർത്തിക്കേണ്ടത്? ശ്രീ സേനാപതി വേണു. അല്ല, അവിടെ പുതിയ തലമുറയോ പഴയ തലമുറയോ എന്നുള്ളതാണ്. അത് നയമാണ്, നിലപാടാണ്. ആ നിലപാടുകൾ കൃത്യമായിട്ട് ഞങ്ങൾ തുടരുന്നു. ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ നിലപാട് അതെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള നിലപാടാണ്. അതല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഞങ്ങളിതാ പുതിയ ഐക്യദാർഢ്യവുമായിട്ട് വന്നിരിക്കുന്നു, ഞങ്ങളുടെ ഐക്യം നിങ്ങൾക്കൊപ്പമാണ്. അത് ഒരു ഭാഗത്ത് ആഗോള അയ്യപ്പ സംഗമം വിളിച്ചു കൂട്ടിയിട്ട് അതിന് ഘടകവിരുദ്ധമായി, അതായത് ഭൂരിപക്ഷ വർഗീയതയെ താലോലിച്ചുകൊണ്ട് ആ വർഗീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് പിറ്റേ ദിവസം ന്യൂനപക്ഷ വർഗീയതയെ ഒന്ന് പരിപോഷിപ്പിച്ചേക്കാം എന്നത്. അപ്പൊ ഇതിന്റെ വൈരുദ്ധ്യം
ഇതിന്റെ വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ മതേതര വിശ്വാസികളായ വോട്ടർമാർ, സമാധാനകാംക്ഷികളായ വോട്ടർമാർ അവർ കൃത്യമായിട്ട് വിലയിരുത്തും അഭിലാഷേ. ആ വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പുകളുടെ പ്രതിഫലനമായിട്ട് വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് എന്തായാലും ഇന്ന് CR മഹേഷ് മൗനം ആചരിച്ചു അല്ലേ? അല്ല, മഹേഷിന്റെ പ്രതികരണം വരുമല്ലോ, സ്വാഭാവികമല്ലേ? ചില കോൺഗ്രസ്സുകാരെങ്കിലും ഇന്നത്തെ ദിനത്തിനൊരു പ്രാധാന്യമുണ്ട് എന്നൊക്കെ തിരിച്ചറിഞ്ഞോ എന്നൊരു സംശയം ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ശരി. എന്തായാലും ശ്രീ സമ്പത്ത്, താങ്കൾ ഉയർത്തിക്കാണിച്ച ചിത്രം ഞങ്ങളുടെ സ്ക്രീനിലുണ്ട്. ചില സാങ്കേതികമായി, അതായത് ഷാക്കിർ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്തിപ്പോവാം. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതാ ഇപ്പോൾ ഈ പ്രേക്ഷകർ കാണുന്ന ചിത്രം അത് ഫുൾ സ്ക്രീനിൽ തന്നെ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് യാസർ അറാഫത്തും കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന EMS നമ്പൂതിരിപ്പാടും ചേർന്ന് നിൽക്കുന്ന ചിത്രം. മറുഭാഗത്ത് കഴിഞ്ഞ ദിവസമായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി നിലവിലെ പലസ്തീൻ അംബാസഡർ